കഞ്ചാവ് അടിച്ച് കുണ്ടിയും കാണിച്ച് വെളിവില്ലാതെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന കുറെ കഞ്ചാവ് മൈരന്മാർക്ക് കുംഭമേള നടത്താൻ വേണ്ടിയിട്ട് 1050 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത്. എന്റെ ഉമ്മാക്കും എന്റെ കുഞ്ഞമ്മാക്കും എന്റെ ബാപ്പാക്കും എന്റെ വല്യമ്മാക്കും ഒക്കെ അടിയിലൊന്നുകൂടാതെ വെള്ളത്തുണിയും പൊതിച്ചിട്ട് കല്ലെറിയാൻ പോകേണ്ടി സബ്സിഡി തരില്ലേ സർക്കാർ? ഇല്ലേ? അതിന് ഇവിടുന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടുത്തെ ഏതെങ്കിലും ഹിന്ദു മതക്കാര് ഹിന്ദു വിശ്വാസികൾ നിങ്ങൾക്കെതിരെ പാടുണ്ടാ? ഈ ഒന്നുകൂടാതെ തുണിയും ചുറ്റി ഈ പറയുന്ന കല്ലെറിയാൻ പോണേന് സബ്സിഡി കൊടുക്കണ്ടെന്ന് ഏതെങ്കിലും ഹിന്ദുക്കൾ പറഞ്ഞിട്ടുണ്ടാ? നീ ഏതണം മലവാണമേ? നീ ഏത് ഓന്തിനുണ്ടായതായി അറിയാട്ട് ചോദിക്കാണ്. ഏത് ഓന്തിനുണ്ടായതായി നായെ? കുംഭമേളക്ക് ഹായ്, ഇവൻ സംഖ്യയാണോ നീ എന്ത് തലേന്ന് എനിക്കറിയില്ല. ഇവൻ രണ്ട് ഡയലോഗ് അടിച്ചിട്ട് എന്താ വെച്ചാല്, പിന്നെ ഹജ്ജിന് പോണ സബ്സിഡി ഹിന്ദുക്കൾ എന്തോ പറഞ്ഞാല് എന്താവും സ്ഥിതിന്ന്. ഇവൻ റാഫി പറഞ്ഞ എന്താ വെച്ചാല്, വയനാട് ദുരന്തം വന്ന് 500ന്റെ മുകളിൽ ആൾക്കാർ മരിച്ചുപോയി മണ്ണിന്റെ അടി കിടക്കുന്ന സമയത്ത് കുംഭകോണം എന്ന് പറഞ്ഞ പരിപാടിക്കോ അമ്പലത്തിനെന്തോ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 1500 കോടി ബഡ്ജറ്റിൽ അവതരിപ്പിച്ച്. അപ്പൊ റാഫി എന്താട്ടി, ഒരു മലയാളിയാണ്, ഒരു ഇന്ത്യൻ പൗരനാണ്, ഓന് പ്രതികരിക്കാലോ. ഓ പ്രതികരിച്ചെന്ത്, വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം വന്നിട്ട് പിന്നെ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു ഇതിലാണോ ഓനെ സംസാരിച്ചത്. ഇവ എടുത്ത പാടെന്താണ്, എന്റെ അമ്മന്റെ കുഞ്ഞമ്മാന്റെ ഹജ്ജിന് പോണതിനെ പറ്റിയപ്പം പറയുന്നത് എന്താ വെച്ചാല്, ഹജ്ജിന് പോണ ആൾക്കാർ നല്ല തിരുമ്പി കുളിച്ച് നല്ല വസ്ത്രവും അടിവസ്ത്രവും എല്ലാം ഇട്ടിട്ട് തന്നെ ഹജ്ജിന് പോകല്. ഇന്ത്യക്കാർ മാത്രമല്ല ഹജ്ജ് ചെയ്യല്. പിന്നെ എന്നോട് കാര്യം പറയാൻ എന്താ വെച്ചാല്, ഒരു സർക്കാരിന്റെ സബ്സിഡി കിട്ടിയിട്ടും ഹജ്ജിന് പോകാൻ ഇസ്ലാം മതം പറയില്ല. ഇസ്ലാം മതം പറയുന്നത് എന്താ വെച്ചാല്, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക, കഴിവുള്ളവൻ സക്കാത്ത് കൊടുക്കുക, കഴിവുണ്ടെങ്കിൽ പോയാൽ മതി ഹജ്ജിന്. നീ സബ്സിഡി കിട്ടിയില്ല, സബ്സിഡി ഇല്ലല്ലോ, അങ്ങനൊന്നുമില്ല, കഴിവില്ലോ മാത്രം പോയാൽ മതി. പിന്നെ എന്നാടാ BJP സർക്കാർ സബ്സിഡി കൊടുത്ത്? കൂടുതല് മുസ്ലിങ്ങളെ വെക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഏത് പണ്ടാരായാലും വേണ്ടില്ല, ഞങ്ങൾക്കൊരാൾ ഔദാര്യവും വേണ്ട. പിന്നെ കുംഭകോണോ കുണ്ടകോർണോ എന്തോ നടത്തിയോളി, പക്ഷെ എന്താ വെച്ചാല് ഊക്കലും ഊഞ്ഞാലാട്ടലും കൂടി വേണ്ട. ഓക്കെ, ഞങ്ങളൊക്കെ എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ എല്ലാം മനുഷ്യനായിട്ടാ കാണുന്നത്. ഓ പറഞ്ഞ ഫുള്ള് കേട്ടോക്ക്, എന്നിട്ട് പ്രതികരിക്ക്. ഇജ് എടുത്ത വായിക്ക് പിന്നെ കല്ലെറിയാൻ പോയി മറ്റേറിയാൻ പോയി, ഏതെങ്കിലും കഴിച്ചൊക്കെ കുതിര ഉളുപ്പമല്ലാത്ത ജാതി. എനിക്ക് ഇത്ര പറയാൻ കഴിയുള്ളൂ. എന്താ വെച്ചാൽ ഇതിൽ കൂടുതൽ പറയാൻ അറിയായിട്ടല്ല. എന്തിനാണ് ഈ വാണത്തിനോടൊക്കെ സംസാരിക്കണത്? എല്ലാം സബ്സിഡി, ഹജ്ജിന് എത്ര സബ്സിഡി ഗവൺമെന്റ് കൊടുക്കണേ?